പ്രിയ പ്രേക്ഷകരെ, സിംഹക്കുട്ടി പ്രേക്ഷകരെ അല്ലെങ്കിൽ സിംഹക്കുട്ടി ബ്രോസ്, വാഴ ബോപ്പിക് ഓഫ് ബില്യൺ ബ്രോസ് സിനിമ കണ്ടു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നല്ല അടിപൊളി പടം. പുതിയ തലമുറയുടെ കുട്ടികളുടെ യാത്രയും അവരുടെ സൗഹൃദവും നാട്ടിലെ പശ്ചാത്തലവും അങ്ങനെ കുടുംബ ബന്ധങ്ങളും എല്ലാം കൂടി ഇഴുകിച്ചേർന്ന് നടക്കുന്ന ഒരു നല്ല ഒരു എക്സലന്റ് എന്റർടൈൻമെന്റ് മൂവി എന്ന് പറയും. നല്ല എക്സലന്റ് എന്റർടൈൻമെന്റ് മൂവി. 2 മണിക്കൂർ 46 മിനിറ്റുമാണ് ഈ സിനിമയുടെ ദൈർഘ്യം. ഒരിടത്ത് പോലും ഒരല്പം പോലും ബോറില്ലാത്ത നല്ല ഒരു എന്ത് പറയാൻ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു എക്സലന്റ് ഫിലിം. ഞാനും കുടുംബമായിട്ട് തന്നെയാണ് ഈ സിനിമ കാണാൻ പോയത്. സിനിമ തുടങ്ങി തീരണത് വരെയും ഒരിടത്ത് പോലും അല്പം പോലും ബോറില്ല. അതാണ് ഈ പടത്തിന്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയേണ്ടത്. ഒന്ന്. രണ്ടാമത്, വാഴ ഫസ്റ്റ് പാർട്ടിന്റെ കണ്ടിന്യൂറ്റി പോലെ കഥ പോകും എന്നുള്ളിടത്തു നിന്ന് മാറി പുതിയ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് കഥ പറഞ്ഞിട്ട് അതിന്റെ ക്ലൈമാക്സിൽ അതിന്റെ കണ്ടിന്യൂറ്റി കൊണ്ടുവന്നു. അപ്പോൾ അതൊരു നല്ല പുതുമയുള്ള ആശയം തന്നെയായിരുന്നു. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആനന്ദ് മേനനാണ്. ഗൗതമിന്റെ രഥം പുള്ളിയുടെ ഡയറക്ഷനായിരുന്നു. പക്ഷെ ഗൗതമിന്റെ രഥത്തിനെ നിന്നും പുള്ളി വളരെയേറെ മെച്ചപ്പെട്ട് വേറെ ലെവലിൽ എത്തിയിട്ടുണ്ട്. പുള്ളി ഓൾറെഡി ഫിലിം മേഖലയിൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ള ആളാണ്. നല്ല രീതിയിൽ പടം മേക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി. ആനന്ദ് മേനന്റെ ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് ഇതെല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. പടം നമ്മൾ തുടങ്ങുന്നത് വളരെ സാവധാനം തുടങ്ങി മെല്ലെ മെല്ലെ കഥയിലോട്ട് കൊണ്ടുപോയി പിന്നെ നല്ല എൻ്റർടൈൻമെൻറ്റിനകത്ത് ആഡ് ചെയ്തിട്ട് പിന്നെ സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെ കാണിക്കുകയാണ്. ഈ സൗഹൃദങ്ങളുടെ കൂട്ടായ്മകളിൽ കൂടി യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നുണ്ട്. പടം മുഴുവൻ നീളം സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ് ഈ വാഴ 2. വാഴ 1 ഫാമിലി പരമായിട്ടുള്ള ഒരു വെല്ലുവിളിയും സമൂഹം അടിച്ചേൽപ്പിക്കുന്ന പ്രഷറും ഫാമിലിക്കകത്ത് പുതിയ തലമുറയ്ക്കുണ്ടാവുന്ന ഒരു റെസ്പോൺസും അതിൽ നിന്ന് അല്പം മാറി ചലിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും പിൽക്കാലത്ത് അവർ ജീവിതം ചെന്നെത്തുന്നതാണ് വാഴ 1 പറഞ്ഞെങ്കിൽ, വാഴ 2 നേരെ അടുത്ത് മാറി സൗഹൃദത്തിന്റെ ആഴം പറയുകയും പക്ഷേ അതിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ച് നേരെ സമൂഹത്തിന്റെ ആഴത്തട്ടിലോട്ട് ഇറങ്ങിച്ചെന്നാണ് പടത്തിന്റെ കഥ, പടത്തിലെ സീനുകൾ പോണത്. വളരെ എക്സലന്റ് ആണ്. കാരണം അതാണ് പടത്തിന്റെ ഒരു വിജയം തന്നെ. എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. കാരണം നമ്മുടെ ഡയറക്ടർ ആനന്ദ് മേനോൻ അനുഭവിച്ചതോ ചുറ്റിൽ കണ്ട കാഴ്ചകളോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതികൾ എങ്ങനെ റൺ ചെയ്യണമെന്നും സമൂഹം എങ്ങനെയാണ് ഒരാളെ എന്താ പറയുക ക്യാച്ചർ ചെയ്യുക അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ പറഞ്ഞാൽ വിലങ്ങണിയിക്കുക എന്ന് പറയുന്നതായിരിക്കും നല്ലത്. വിലങ്ങണിയിക്കുകയും അതിനകത്ത് കുട്ടികൾ പെട്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ മാറുന്നുണ്ട്, കുട്ടികൾ മാറി ചിന്തിക്കുന്നുണ്ട്, അതൊക്കെ ഒരു വശത്ത്. പക്ഷെ അതെല്ലാം വിളിച്ചു പറയുന്നുണ്ട് പടം. പിന്നെ ഇതിന് ഒപ്പം തന്നെ സമൂഹത്തിന്റെ ആഴത്തട്ടിൽ എഡ്യൂക്കേഷൻ വഴി ഉണ്ടാവുന്ന കുട്ടികൾക്ക്, അതായത് ഒരേ നിലയിൽ വിദ്യാഭ്യാസം മാത്രം ഫോക്കസ് ചെയ്ത് കുട്ടികളിലോട്ട് പോവുകയും കുട്ടികളുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും എന്ന് പറഞ്ഞാൽ നേർവിപരീതമായിട്ട് പരാജയപ്പെടുത്തുകയും കുട്ടികളുടെ ഒരു ആക്ടിവിറ്റീസിനും വീട്ടിൽ സമ്മതിക്കില്ല, സ്കൂളിൽ സമ്മതിക്കില്ല, ഒരിടത്തും സമ്മതിക്കില്ല, എങ്ങും സമ്മതിക്കില്ല. അപ്പോൾ ആ വിധത്തിൽ വരുന്ന സമൂഹത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള കുട്ടികളിൽ സ്വാഭാവികമായിട്ട് ഒരു ആക്ടിവിറ്റീസും ഇല്ലാത്ത ഒരു കുട്ടി എന്നല്ല, ആരായാലും നിങ്ങൾക്ക് പ്രായമുള്ള ഒരാളായാലും ഒരു ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവരാ ഡിപ്രഷൻ തീർക്കാൻ മറ്റു വഴികൾ തേടും. ചിലർ പ്രാർത്ഥനയിൽ പോവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ ചുറ്റും നോക്കിയാൽ ചിലരത് പ്രാർത്ഥനയിൽ പോവും, പള്ളി കാര്യങ്ങളോ ക്ഷേത്ര കാര്യങ്ങളോ മറ്റുമായിട്ട് പോകും. പക്ഷെ കുട്ടികൾക്ക് എല്ലാവർക്കും അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾ മറ്റു മേഖലയിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇത് ഒരു ഇതാണ്. പിന്നെ കുറച്ച് പേര് മറ്റ്
അവരുടേതായ പാഷനുള്ള കാര്യങ്ങളിലോട്ട് ആഴമായിട്ട് ഇറങ്ങി ആ വഴിക്ക് അങ്ങ് തിരിഞ്ഞു പോകും. ഇതെല്ലാം തന്നെ സംഭവിക്കുന്ന എവിടെ നിന്നാണ്? ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം അവരുടെ പാഷനും അവരുടെ ആക്ടിവിറ്റീസും നമ്മൾ ബ്രേക്ക് ചെയ്ത് കളഞ്ഞാൽ അല്ലെങ്കിൽ അതിന് വിലങ്ങ് അണിയിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത് ഈ പടം തുറന്ന് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും കൂടി റൺ ചെയ്യുന്ന ഒരു ചിത്രമാണ് വാഴ 2. അപ്പോൾ ഈ വാഴ 2-ന് നമുക്കൊരു 10-ൽ എത്ര സ്റ്റാർ കൊടുക്കാമെന്ന് ചോദിച്ചാൽ 10-ൽ 10 സ്റ്റാർ കൊടുക്കേണ്ടി വരും. കാരണം ഇതൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഇതിൽ വലിയ മെസ്സേജ് ഉണ്ട്. ഇതിലെല്ലാം ഉപരി ഇവിടുത്തെ സ്കൂളുകളെ വെല്ലുവിളിക്കുന്നുണ്ട്, അധ്യാപകരെ വെല്ലുവിളിക്കുന്നുണ്ട്. അത് കൃത്യമാണ്. ആ വെല്ലുവിളി ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. വെല്ലുവിളിക്കണം. കാരണം ഇതിന് ഞാൻ പ്രേക്ഷകർക്ക് മുൻപിലോട്ട് പറയാം. എൻ്റെ ഒരു അനുഭവം വെച്ച് തന്നെ എനിക്കിത് നന്നായിട്ട് തുറന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു 10 മണിക്കൂർ പറഞ്ഞാൽ പോലും തീരാത്ത അനുഭവ കഥകളുണ്ട്. അധ്യാപകരുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കൂളിലെ ഈ മാർക്ക് ഷീറ്റുകൾക്ക് വേണ്ടി കുട്ടികളെ പ്രിപ്പയർ ചെയ്യുകയും അതിൽ മാത്രം ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ കുട്ടികൾ പിന്നെ എങ്ങോട്ട് മാറുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളുടെ ഒരു ഏജ് ഓഫ് ലെവലിൽ എല്ലാവരും കുറെ കുസൃതികളൊക്കെ കാണിക്കും. ആ കുസൃതികളൊക്കെ ഏറ്റവും കൂടുതൽ ഭയങ്കര എന്തോ സത്യസന്ധതയും മര്യാദയും എന്തോ വലിയ സമൂഹത്തെ വെല്ലുവിളിച്ചു പോലെ എന്തോ അപരാധം സംഭവിച്ചു പോലെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ. ഞാൻ കണ്ടിട്ടുള്ള അധ്യാപകരിൽ 190 പേരും അങ്ങനെയുള്ള അധ്യാപകരാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ഞാൻ വിദേശത്തൊന്നുമല്ല പഠിച്ചതോ വിദേശത്ത് ഞാൻ ആ അധ്യാപക വൃത്തിയൊന്നും കണ്ടിട്ടുമില്ല. എൻ്റെ നാട്ടിൽ കണ്ടുവരുന്ന അധ്യാപക വൃത്തി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഈ 2026 ഇന്നേ ദിവസവും, അതായത് ഇന്ന് ഏപ്രിൽ 4-ാം തീയതിയാണെന്ന് തോന്നുന്നു, 4-ാം തീയതി ഞാനിപ്പോഴും കണ്ടുവരുന്ന അധ്യാപക വൃത്തികളെല്ലാം തന്നെ ഈ റൂട്ടിൽ തന്നെയാണ്. അതായത് എല്ലാ മേഖലകളിലും കുട്ടികളുടെ പഠനം മാത്രം വലുത് എന്ന് പറയുകയും പഠനം തന്നെയാണ് പ്രധാനം, ഇല്ലെന്നൊന്നും പറയണില്ല. പക്ഷെ അതിനു വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യും. അതിൽ ക്ലാസ്സിൽ ഒരു 5-6 കുട്ടികളാണ് വിജയം കൈവരിക്കുന്നത്. നിങ്ങളാണെന്നോലെ ക്ലാസ്സിലൊരു നല്ല എഫിഷ്യൻസി ആയിട്ട് ഒരു 40 കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ നിങ്ങൾ 5 കുട്ടിയെ അത്രയും വിജയം വൽക്കരിക്കുകയുള്ളൂ. ഇത് ആ പഠനത്തിന് ടോപ്പിൽ വരുള്ളൂ. ബാക്കി 35 കുട്ടികളും ആവറേജോ കുറെ കുട്ടികൾ അതിനും താഴെയായിരിക്കും. പിന്നെ ഇവരെല്ലാവരെയും കൂടി ഡിപ്രഷനിൽ നമ്മൾ പൂട്ടിയിടുമ്പോൾ കുട്ടികൾ കുറെ പ്രശ്നങ്ങളിൽ ചെന്നുവിടും. പിന്നെ ഒപ്പം തന്നെ ഒരു പ്രായത്തിൽ എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു നിഷ്കളങ്കമായ കുറെ കുസൃതികളുണ്ട്. അത് കുട്ടികൾക്ക് ചെയ്യും. അതിനെയൊക്കെ നമ്മുടെ അധ്യാപകർ ഈ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ലെനിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ പല മത ചട്ടക്കൂടിനകത്ത് നിർത്തി കാണിക്കുന്ന ഇതെല്ലാം ഒരു തരം കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ്. ചട്ടക്കൂട്ടിനകത്ത് നിർത്തി പ്രവർത്തിപ്പിക്കുന്നത് പോലെ എന്തോ വലിയ അപരാധം ചെയ്ത പോലെ എന്തോ വലിയ കുറ്റം ചെയ്തതുപോലെയാണ് അധ്യാപകർ ബിഹേവിയർ ചെയ്യണത്. ആ ബിഹേവിയറിങ് കൊണ്ട് കുട്ടികൾക്കുണ്ടാവുന്ന ദോഷം, കുട്ടികൾ എങ്ങനെ മാറിപ്പോണം അവർ തന്നെ അറിയില്ല. അത് ആർക്കും അറിയാൻ പറ്റില്ല. അതൊരിക്കലും ഈ ചെയ്യുന്ന അധ്യാപകരും അംഗീകരിക്കില്ല, സ്കൂൾ അധികൃതരും അംഗീകരിക്കില്ല, പാരൻസും അംഗീകരിക്കില്ല, സമൂഹവും അംഗീകരിക്കില്ല. യഥാർത്ഥത്തിൽ കുട്ടികൾ അങ്ങനെ ടേൺ ചെയ്ത് പോവുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ടേൺ ചെയ്ത് പോയാൽ പിൽക്കാലത്ത് കുട്ടികൾ എങ്ങനെ ചെന്നെത്തും എന്നൊക്കെ വാഴ സിനിമ നന്നായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രേക്ഷകരുടെ അടുത്ത് ഞാനൊരു കാര്യം പറയണം, ഇത് നല്ല മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ്. ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുട്ടികളും അധ്യാപകരും സ്കൂൾ മാനേജ്മെൻറ്റും പിന്നെ കുടുംബവും പ്രായമുള്ളവരും പിന്നെ ഈ കുട്ടികളെ എപ്പോഴും ഒന്നിനും അനങ്ങാൻ സമ്മതിക്കാതിരിക്കുന്ന പിന്നെ നാട്ടുപ്രമാണിമാരെന്ന് പറയാം, വീട്ടുപ്രമാണി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. പാരൻസ് എല്ലാം വേറൊരു സെറ്റപ്പാണ്. പിന്നെ ഒപ്പം സ്കൂൾ അധ്യാപകർ. പിന്നെ ഇങ്ങനെ പിന്നെ വേറൊരു തമാശയുണ്ട്. എന്തിൽ കുട്ടികളുടെ ഇത് വന്നാലും ഇതിനകത്ത് ഒരു കാണിക്കുന്നുണ്ട്, എല്ലാം മറ്റേ പ്രയറിലോട്ട് പോകണ ഒരു പരിപാടി. അതൊക്കെ ആവശ്യത്തിനാവാം, പക്ഷെ അതിനപ്പുറം പോയി കഴിയുമ്പോൾ കുട്ടികളിൽ അതെങ്ങനെ സ്വാധീനിക്കുമെന്നും കുട്ടികൾ എങ്ങോട്ട് തിരിഞ്ഞു പോകുമെന്നുള്ളതൊക്കെ ഈ സിനിമ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഉള്ള എല്ലാവരും ഈ സിനിമ പോയി തിയേറ്ററിൽ പോയി കാണണം. അപ്പോൾ ഇത് വേണമെങ്കിൽ എടുത്ത ആളിനെ ചീത്ത പറയും, അങ്ങനെയല്ല. ഇതാണ് നഗ്നമായ സത്യം വിളിച്ചു പറയുന്ന ഒരു ചിത്രം കൂടിയാണ് വാഴ. അങ്ങനെ എല്ലാ റൂട്ടിലും യുവതലമുറയുടെ ഒരു യാത്രയും
അതിൻ്റെ ഒരു ജീവിത ഇതും വിളിച്ചു പറയുകയും ഒപ്പം സിനിമയ്ക്ക് വേണ്ടി കുറേ മസാല അടി മറ്റു കാര്യങ്ങൾ മറ്റതെല്ലാം ചേർത്തിട്ടുണ്ട്. പക്ഷെ അടികളിൽ പോലും കുറേ യാഥാർത്ഥ്യമുണ്ട്. ഇവരിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾ ഏത് ലെവലിലെത്തും, അത് കഴിയുമ്പോൾ അവരുടെ പ്രഷർ അവരെങ്ങനെ പുറത്ത് കാണിക്കും, ആ പ്രഷർ ചെന്നെത്തുന്നത് വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഒരു നല്ല ഇമോഷണലായിട്ട് കിട്ടിയ ഒരു നല്ലൊരു മൂവി തന്നെയാണ് വാഴ. അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. അത് കുട്ടികളോടെ തന്നെ പോകാൻ പറ്റുന്ന ഒരു കുട്ടികളോടെ പോവുക. പിന്നെ എത്ര വിദ്യാഭ്യാസം നേടിയാലും വീട് വിട്ട് വെളിയിലിറങ്ങാത്ത കുറേ അധ്യാപകരുള്ള മണ്ടൻ ലോകമാണ്. ഈ അധ്യാപകരെല്ലാവരും തന്നെ, ഞാൻ അതാണ് പറയണത്, സയൻസ് പഠിപ്പിച്ചിട്ട് മറ്റേ ദൈവം എന്തോ നമ്മളെ രക്ഷിക്കുമെന്ന് പഠിപ്പിച്ചു കളയും. ആ സയൻസ് അധ്യാപകനെ പിടിച്ച് അവിടെ എന്ത് ചെയ്യാനാണ്? അതായത് ഈ എക്സാമ്പിളിന് പറയണം, അങ്ങനെയല്ല അവർ പഠിക്കേണ്ട. ആത്മീയത ഒരു സൈഡിലോട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്വീകരിക്കുകയും യാഥാർത്ഥ്യം ഇതാണെന്ന് സയന്റിഫിക്കലി പ്രൂഫ് ചെയ്തിട്ടുണ്ടെന്നുകൂടെ വ്യക്തമായിട്ട് പഠിപ്പിക്കണം. അപ്പം ഇങ്ങനെ പഠിപ്പിച്ച് കുട്ടികൾ സയന്റിഫിക്കലി അവർ മോഡായി വരുമ്പോൾ അധ്യാപകരിൽ മാറ്റം വരും. ഇത് നമ്മുടെ അധ്യാപകരൊന്നും ഒരു മേഖലയിൽ മുന്നിട്ടില്ല. അധ്യാപകർക്കൊന്നും ഒരു വിഷയത്തിനെ കുറിച്ചും പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് പഠിപ്പിക്കാൻ അറിയാന്നുള്ളതിനെ കുറിച്ച്, ലോകത്തെക്കുറിച്ചോ ലോകം മാറുന്നതിനെ കുറിച്ചോ ലോകത്തിൽ തൊഴിലവസരങ്ങളെ കുറിച്ചോ ഈ അധ്യാപകരൊന്നും ഒരു സിനിമ പോലും കാണാത്തവരാണ്. നിങ്ങൾ നോക്കിക്കണം, ഈ അധ്യാപകരെയൊക്കെ നമ്മൾ നോക്കിയാൽ മതി, ഒരു സ്പോർട്സ് മേഖലയിൽ ഒരു ബന്ധം കാണൂല, ഒരു ആർട്സ് മേഖലയിൽ ബന്ധം വളരെ കുറവായിരിക്കും, ഒരു 95% അധ്യാപകർക്ക് ഇപ്പോഴും. പിന്നെ ഇതെല്ലാം ഉപയോഗിച്ച് സിനിമാ മേഖലയിൽ ഒരു ബന്ധവും കാണില്ല. ഇതെല്ലാം ഇതിലുപരി സയന്റിഫിക്കലി മേഖലകളിൽ ഒരു ബന്ധം കാണില്ല. ഇതെല്ലാത്തിലുപരി നമ്മുടെ ഈ പ്രകൃതി എങ്ങനെ നിൽക്കണമെന്ന് പോലും അധ്യാപകർക്ക് നോളജ് ഉണ്ടാവില്ല. ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും തന്നെ വേറൊരു ലോകത്ത് കുട്ടികളെ ചട്ടക്കൂട്ടിനകത്ത് കൊണ്ടുവരിക, ആ ചട്ടക്കൂട്ടിനകത്തിട്ട് ഇവരായിട്ട് ട്രാപ്പ് ചെയ്യിക്കുകയും ചെയ്യും. ഈ ട്രാപ്പ് കാരണം കുട്ടികൾ അനുഭവിക്കുന്ന ഒരു ലെവൽ ഓഫ് ജീവിതമുണ്ട്. ആ ജീവിതം എന്ന് പറയുന്നത് കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത് ഇവിടെ, ആ എത്തിക്കുന്നത് പിന്നെ നിങ്ങൾ എക്കാലും സമൂഹം അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലും അവരെ സമൂഹം പിന്തള്ളപ്പെടുന്ന രീതിയിലും സമൂഹത്തിൽ എപ്പോഴും അവരൊരു കോമാളികളായി മാറുന്ന രീതിയിലൊക്കെ ചെന്നെത്തിക്കുകയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു രഹസ്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം സിനിമ നന്നായിട്ട് ആനന്ദ് മേനോന്റെ ഡയറക്ഷനിലെ സ്ക്രിപ്റ്റിൽ കൂടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അത് എങ്ങനെ കാണിക്കണമെന്ന് ചോദിച്ചാൽ വെറുതെ നമ്മൾ ഒരു സിനിമയുടെ കഥ പറയുന്ന പോലെ പറയാതെ നല്ല എൻ്റർടൈൻമെൻ്റ് ചെയ്ത് നല്ല തമാശയൊക്കെ ഒപ്പിച്ച് യാഥാർത്ഥ്യങ്ങളും കുറച്ച് തമാശയും കുറച്ച് ആക്ഷൻ സീക്വൻസിയും എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്യിച്ചിട്ട് നമ്മൾ മുൻപേ ഇട്ട് തരികയാണ്. പക്ഷെ ഇട്ട് തരുമ്പോൾ നമ്മളൊരു സിനിമ എന്നുള്ള നിലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാളുപരി തിയേറ്ററിൽ നിങ്ങളെല്ലാവരെയും ഇപ്പോൾ ഇരുന്ന് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന ഇപ്പോഴുള്ള കുട്ടികളെ മാത്രമല്ല, ഈ സീനുകളെല്ലാം കാണിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ ഇരുന്ന് രക്ഷകർത്താക്കളുടെ എല്ലാവരുടെയും മൈൻഡിൽ കൂടി അവരുടെ ബാല്യകാലത്തുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഒരു സ്പാർക്കായിട്ട് അടിച്ചു പോകും. ആ രീതിയിൽ നല്ല എക്സലൻ്റ് ആയിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് അങ്ങനെ ഒരു സിനിമയാണ്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. വാഴ 2 നല്ലൊരു എക്സലൻറ്റ് മൂവി തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഇനി എൻ്റെ ഒരു ജീവിതം കൂടെ ഞാൻ ഇന്നത്തെ ആഡ് ചെയ്ത് പറയുകയാണ്. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചു വന്ന സാഹചര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കില്ല. പക്ഷെ വളരെ സമൂഹപരമായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ വളരെ പിന്തള്ളപ്പെട്ടു നിന്നുകൊണ്ട് നമ്മൾ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിയ രീതി, കാരണം എന്ന് പറഞ്ഞാൽ ആ രീതിയിലൊക്കെ നമ്മൾ ട്രാപ്പിൽ പോകാതെ ഞാൻ മാറി വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളർന്ന ചുറ്റുപാടും ഞാൻ വളർന്നു വന്ന ജീവിത രീതി ഞാൻ പഠിച്ച സ്ഥലങ്ങളും ഒക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലോട്ട് എടുത്തു കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ പഠിച്ച കലാലയത്തിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചു വന്നേക്ക ആൾക്കാർ എന്തായി തീരുമെന്ന് പ്രേക്ഷകർ ആലോചിച്ചൊക്കെ. മിക്കവാറും സമൂഹത്തിൽ ലോകം കണ്ട അത്ര മോശം മനുഷ്യരായിട്ടാണ് മാറുന്നത്. പക്ഷെ ഇതിൽ നിന്ന് മാറി എൻ്റെ മൈൻഡ് ഓഫ് വ്യൂ ഒക്കെ മാറ്റിയതെന്ന് പറയുന്നത് കലകളും സ്പോർട്സും ഒക്കെയാണ്. അന്നും ആക്ടിവിറ്റീസിന് ഒരു അധ്യാപകർ പ്രോത്സാഹനം തന്നിട്ടില്ല വളർന്നതിന് ശേഷം. പക്ഷെ കൊച്ചിലെ കുറച്ച് ആർട്സിനൊക്കെ പ്രോത്സാഹനം തന്നിട്ടുണ്ട് ഞാൻ പഠിച്ച സ്ഥലത്ത്. അപ്പോൾ നമുക്ക് ഈ അഡീഷണലായിട്ട് ഇങ്ങനെ ഒരു വിഷയം മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ നമ്മളത് നമ്മുടെ ലൈഫിൽ തന്നെ നമ്മുടെ മൈൻഡ് ഓഫ് വ്യൂ മാറ്റം വരുത്തി. കാരണം നമുക്കൊരു പ്രഷർ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രഷർ മൊത്തം ആക്ടിവിറ്റീസിൽ കൂടി റിവേഴ്സ് ചെയ്ത് പോയി തുടങ്ങി. ഒപ്പം തന്നെ അതിനകത്തൊരു ആത്മീയതയുണ്ട്. അതിൽ കൂടി നമ്മൾ പാഷൻ കണ്ടെത്തി. ഈ പാഷൻ കണ്ടെത്തുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു റീസോൾവ് അവിടെ കിട്ടി.
അപ്പം മറ്റൊന്നിലോട്ട് നമ്മൾ തിരിഞ്ഞു പോകാതിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നോളജ് ആവാൻ ശ്രമിക്കുന്നു. ഇടപെടുന്നത് എല്ലാവരും തന്നെ വളരെ അത്തരം ആൾക്കാർ. അപ്പോൾ എല്ലാവരും അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ ഞാനൊരു ഗുണ്ടയോ അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് മനുഷ്യനോ ഒക്കെ ആകേണ്ട നമ്മൾ ഈ ആക്ടിവിറ്റി സോണ് കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് പിൽക്കാലത്ത് ഇപ്പോൾ ഇങ്ങനെയെങ്കിലും ജീവിച്ചു പോണത്. ഒന്നുമില്ലെങ്കിൽ ആരും ഉപദ്രവിക്കാതെങ്കിലും നമ്മുടെ മൈൻഡ് ഓഫ് വ്യൂ ഒന്നും മാറാതെ കുറച്ചുകൂടെ നമ്മൾ ഫ്രഷായിട്ട് ജീവിച്ചു പോകണം. അപ്പം ഇതിൻ്റെയൊക്കെ അത് ഞാൻ ഇത് കോട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ല എങ്കിൽ എന്ത്, നമ്മളിൽ ഒന്നുമില്ല, എല്ലാം ഇങ്ങനെ ഒരേ റൂട്ടിൽ പോകുന്ന ഒരു സിസ്റ്റമാണെങ്കിൽ കുട്ടികൾ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഈ വാഴ സിനിമ കാണിക്കുന്നത്. അതുകൊണ്ട് ഞാനത് പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ കണ്ട ഒരു സിനിമയാണ്, കുടുംബമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടു. നല്ല എക്സലൻറ്റ് മൂവിയാണ് കേട്ടോ. ഒരിടത്തും ഒരു ബോറില്ലാത്ത, ലാഗ് ഇല്ലാത്ത നല്ല സ്റ്റൈലൻ മൂവി. ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ എല്ലാം പിള്ളേരാണ്. പൊതുവെ അധികം പേരും റീലിൽ കൂടെയൊക്കെ ആയിരുന്നു വന്നതാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇതിൽ ഞാൻ ഈ ആക്ടിവിറ്റീസിൻ്റെ ഒരു കാര്യം ഞാൻ പ്രേക്ഷകർക്ക് ഇപ്പോൾ പറയാം. ഈ വാഴ സിനിമയുടെ ഇതിൽ കൂടി പറയാം. നിങ്ങൾ നോക്കിയാൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഈ ബ്ലോഗ് ചെയ്യണത് യൂട്യൂബിൽ ആണ് ഇടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ന് ഈ വാഴ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഇന്ന് ഇതുപോലെ മുന്നോട്ട് വരുന്ന ചെറുപ്പക്കാരെല്ലാം തന്നെ ഒരു ടെക്നോളജിയുടെ പുറത്ത്, ഇന്റർനെറ്റിന്റെ പുറത്ത് അതിനുവേണ്ടി ദീർഘവീക്ഷണത്തോടെ ഒരു ചാനൽ രൂപീകരിക്കുകയും അത് യൂട്യൂബായിട്ട് പുറത്തു വരികയും ആ യൂട്യൂബിൽ നിങ്ങളുടെ കഴിവുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ട് ലോകം മാർക്കറ്റ് ചെയ്തിട്ട് വലിയ ബിസിനസ് ആക്കാമെന്ന് കണ്ടുപിടിക്കുകയും അതിൽ നിങ്ങളെപ്പോലുള്ള ലക്ഷക്കണക്കിന് പേര് റീലായിട്ടും പലതുമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും നിങ്ങളെ കഴിവുകൾ പുറത്തു കൊണ്ടുവന്ന് ലോകം കാണുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് കുറേ പേരെ സെലക്ട് ചെയ്തിട്ട് സിനിമയിലോട്ട് ഡയറക്റ്റ് ചാൻസ് കിട്ടുകയാണ്. ഇങ്ങനെ ഒരു മാധ്യമം പിൽക്കാലത്ത് വരുമെന്ന് ഇപ്പോൾ ഉണ്ടെന്ന് പ്രൊമോട്ട് ചെയ്യാൻ നമ്മുടെ എത്ര അധ്യാപകർക്ക് കഴിയുന്നുണ്ട്. ഇവരൊക്കെ ചാൻസ് തേടി അന്വേഷിച്ച് നടന്നിരുന്നെങ്കിലോ എത്ര പേര് സിനിമയിൽ വരും, എത്ര പേര് ഇതുകൊണ്ട് സമ്പാദിക്കും. ഇതിലൊക്കെ വന്ന് ക്ലിക്ക് ആവുന്ന ഒരു ലക്ഷക്കണക്കിന് രൂപയാണ് സാലറി വാങ്ങുന്നത്. എല്ലാവരും ഇല്ല, 1000 രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ, അതെല്ലാ മേഖലയിലുണ്ട്. പക്ഷെ ഇതിൽ ക്ലിക്ക് ആവുന്നവർക്ക് ലക്ഷങ്ങളോ കോടികളോ ആണ് സാലറി. എഡ്യൂക്കേഷൻ ഒരു മാനദണ്ഡമല്ല. ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച കുട്ടിയായാലും മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച കുട്ടിയായാലും പഠിക്കാത്തവരായാലും ഇനി ഇതുവരെയും ഒരു സ്കൂളിന്റെ വരാന്ത പോലും കാണാത്തവർ പോലും പല വിധത്തിൽ അവരെ കഴിവുകൾ, അവർ ഏത് മേഖലയിലും ആവട്ടെ, അവർ ചിലപ്പോൾ കൃഷി മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ ടീച്ചിങ് മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡാൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റൈറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലാബിൽ പണിയെടുക്കുന്നവരായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു മേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പൈലറ്റ് ആയിരിക്കാം. അങ്ങനെ അവരുടെ കഴിവുകൾ പലതും, അവരിലെല്ലാവരും തന്നെ കലകളുടെ ഒരു ലോകം, അല്ലെങ്കിൽ അവർക്കതായ കഴിവുകൾ അവർ ഇതുവഴി പുറത്തു കൊണ്ടുവരിക, അത് ലോകം കാണുകയും ആ ലോകം കണ്ടതിൽ കൂടി വേഗത്തിൽ കൂടി അവരവർക്ക് പലയിടത്തും അവസരങ്ങളും കിട്ടുന്നു. ഇത് ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ടെക്നോളജി വരും ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടോ? അതായത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പോഴും എന്താണ്, എവിടെയെങ്കിലും പോയി ഒരു ജോലി വാങ്ങാനാണ് പഠിപ്പിക്കുന്നത്. ഈ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിനെ എല്ലാം ചവിട്ടിയെടുത്ത് വെളിയിലെറിയേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ളത് ഞാൻ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്ന്. രണ്ടാമത്, നിങ്ങൾ ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങളൊന്നാണ്, കുട്ടികളുടെ സ്കില്ലാണ് അവരുടെ നാളത്തെ എല്ലാം. അതിൽ അവർക്ക് അല്പം വരുമാനം കുറവുണ്ടെങ്കിൽ അവർ സാറ്റിസ്ഫൈഡോടെ ജീവിക്കും, അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ തന്നെ അവർ മറ്റൊന്നിലോട്ട് തിരിഞ്ഞും പോവില്ല. കുട്ടികൾ എന്നുള്ളത് കുട്ടികളാണല്ലോ വളർന്ന് നമ്മളെപ്പോലെ പ്രായമുള്ളവരായി മാറും. അടുത്ത് എന്നെ പോലുള്ള പ്രായമുള്ളവരല്ലോ അപ്പൂപ്പനും അമ്മൂമ്മയായിട്ട് മാറുന്നത്. അപ്പം ഇവരെല്ലാവരും ജീവിതത്തിൽ ആർജിച്ചെടുക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ എല്ലാം ഗുണമാവും, ഇല്ലെങ്കിൽ എല്ലാം നെഗറ്റീവും. ഈ നെഗറ്റീവ് അല്ല അടിച്ചേൽപ്പിക്കുന്നത് കുട്ടികളല്ല, സമൂഹമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഉള്ള കാഴ്ചപ്പാട്. അപ്പം ഇതെല്ലാം ഞാൻ നിങ്ങൾ നോക്കി ഈ ഒരു യൂട്യൂബ് ചാനൽ വെച്ച് തന്നെ ഇതിൽ കൂടി ക്ലിക്കായി വന്ന പയ്യന്മാരും പെൺകുട്ടികളാണ് ഈ സിനിമയിൽ 100% ഈ ആക്ടേഴ്സ്. ഈ സിനിമ 100 കോടി ക്ലബ്ബിൽ പിടിക്കും. 10 കോടി രൂപയാണ് ഇപ്പോൾ സിനിമയുടെ ബഡ്ജറ്റ്. ഇതിലുള്ള എത്രയോ പിള്ളേർ രക്ഷപ്പെട്ടു പോകും, ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് ശമ്പളം വാങ്ങുന്ന ആളായിട്ട് മാറും. ഇതൊക്കെ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്?
എവിടെയാണ്, ആരാണ് പഠിപ്പിക്കുന്നത്? അത് യൂട്യൂബ് വന്നത് കൊണ്ടുള്ള ഗുണമാണ്. അങ്ങനെ ലോകം മൊത്തം വല്ലാതെ മാറുന്നുണ്ട്. അതിനനുസരിച്ച് കുട്ടികളെ മേക്ക് ചെയ്യേണ്ടതുണ്ട്, പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കേണ്ടതുണ്ട്, കുട്ടികളെ ചേഞ്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ അവർ ഇതുപോലെ വാഴ പോലുള്ള സിനിമയെ കൂടെ പിൽക്കാലത്ത് വിളിച്ചു പറയും. കൂറ അധ്യാപകരെ വിളിച്ചു കാണിക്കും. അധ്യാപകർ കൂറകളെന്ന് പറഞ്ഞാൽ വളരെ മോശം അധ്യാപകരെ എല്ലാം അതിനകത്ത് വിളിച്ചു കാണിക്കുന്നുണ്ട്. നല്ല അധ്യാപകരായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം ഇതുപോലെ പിൽക്കാലത്ത് കുട്ടികൾ ഇതുപോലെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് സിനിമയായിട്ട് പുറത്തു കൊണ്ടുവരും. അന്ന് പഠിപ്പിച്ച അധ്യാപകർക്ക് തലതാഴ്ത്തേണ്ടി വരും. ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾ നോക്കി, ഒരു യൂട്യൂബ് കൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ ചേഞ്ചായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇപ്പോഴും നമ്മുടെ അധ്യാപകർ പഴയ പിന്തിരിപ്പൻ രീതിയിൽ കുട്ടികളെ വെറുതെ പ്രഷർ ചെയ്തിട്ട് വെറുതെ പഠിക്കുക എന്നുള്ളത് മാത്രം. അതിൽ ഞാൻ പറയുന്നു, ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ 5 കുട്ടി ബ്രില്യൻ്റ് ആയിട്ട് പഠിക്കും, 15 കുട്ടികൾ ഒരു മീഡിയം രീതിയിൽ പഠിക്കും, ഒരു 10 പിള്ളേർ ആവറേജ് പാസ്സാവും, 5-6 കുട്ടികൾ ലോ ആയിരിക്കും. ആ കുട്ടികളിലെല്ലാം തന്നെ ഒരു ആക്ടിവിറ്റീസും കഴിവിന്റെ വാസനയും എല്ലാവരിലും ഉണ്ടാവും. ഇതിലോട്ട് കുട്ടികളെ ബ്രേക്ക് ചെയ്തിട്ട് മാറ്റിവിടുകയും അതിൽ കൂടി കുട്ടികൾ വികാസം പ്രാപിച്ച് പുറത്തും കൂടെ വരുമ്പോഴത്തേക്ക് അവരെല്ലാം സമൂഹത്തിനും ലോകത്തിനും ഗുണമുള്ളവരായി മാറും. അങ്ങനെ ഈ പടം പല വിധത്തിലും വിളിച്ചു പറയുന്ന ഒരു ചിത്രമാണ് വാഴ 2. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർക്കൊക്കെ നല്ല തികഞ്ഞ അഭിനന്ദനങ്ങൾ. അത്ര എക്സലന്റ് പെർഫോമൻസ് ആണ് പിള്ളേരെല്ലാം. നല്ല സ്റ്റൈലായിട്ടുണ്ട്. അമീൻ, വിജയ് ബാബു ഒക്കെ പഴയ നടന്മാര്, ഹാഷിർ, അൽഫോൻസ് പുത്ര ഇതിലൊരു എസ് ഐ റോളിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്റ്റൈലായിട്ടുണ്ട്. അതിനകത്താണ് ഈ അധ്യാപകരെയൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് കൊടയണത്. അവർ ചെയ്തിട്ടുള്ള തോന്നിയാസം കാരണം കുട്ടികളെത്തുന്നതും ആ അധ്യാപകർ പഠിപ്പിച്ച കുട്ടികളുടെ പാരൻസ് അവിടെ പഠിച്ചവരാണ്, അവരൊക്കെ എത്തപ്പെട്ടതും. ഇങ്ങനെ കഥകളെല്ലാം ഇങ്ങനെ തുറന്നടിച്ചടിക്കുന്നുണ്ട് അൽഫോൻസ് പുത്രന്റെ കഥാപാത്രം. പിന്നെ സുധീഷ്, ഹാഷിർ, സിറാജ്, അജിൻ, ജോയ്, ഇവരൊക്കെയാണ്. ഇങ്ങനെ പോകുന്ന പെൺകുട്ടികളടക്കം നായികയോടൊക്കെ ഉള്ളത് എല്ലാവരും നല്ല എക്സലന്റ് അഭിനയം. പെൺകുട്ടികളായാലും എല്ലാവരും നല്ല അഭിനയമായിരുന്നു. പിന്നെ ഇതിൽ പടത്തിന്റെ മ്യൂസിക് നന്നായിട്ടുണ്ട് കേട്ടോ. 9 മ്യൂസിക് ഡയറക്ടേഴ്സാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. മലയാളി മങ്കീസ്, രജത് പ്രകാശ്, പാർവതീഷ് പ്രദീപ്, നസീം, മുത്തു, അർക്കാഡോ, ജാസിൻ മുഹമ്മദ്, അശ്വിൻ, ആര്യൻ, ഇലക്ട്രോണിക് കിളി, ഇങ്ങനെ 9 പേര് ചേർന്നിട്ടാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ഷൻ പേരിക്കുന്നത്. ഈ പടത്തിനിടയിൽ ഈ പെൺകുട്ടികളെയൊക്കെ ഈ ക്ലാസ്സിൽ മൊബൈലൊക്കെ പിടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ആ സീനൊക്കെ നല്ല വികാരപരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ സിനിമയിൽ ആ ടൈമിൽ കൊടുത്തിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ഷൻ ഉണ്ട്. പൊക്കി എന്ന് പറഞ്ഞിട്ട് നല്ല എക്സലന്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു വെറൈറ്റി തന്നെയാണ് അതിനകത്ത് കാണാൻ പറ്റിയത്. നല്ല മ്യൂസിക് ഡയറക്ഷൻ, നല്ല സ്റ്റൈല് ഫിലിം, നല്ല ക്യാമറ വർക്ക്, അത്യാവശ്യം മോശമില്ലാത്ത കോസ്റ്റ് ഡിസൈനിങ്, അത്യാവശ്യം നല്ല ആക്ഷൻ സീക്വൻസി, ഇങ്ങനെ എല്ലാ മേഖലകളിലും ഈ 10 കോടി ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് നല്ല ഇമോഷണലി എന്റർടൈൻമെന്റിൽ ലവ്ലി ആയിട്ട് പറഞ്ഞ ഒരു കഥയാണ് വാഴ 2. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നല്ല ഫിലിമാണ്. ഇതിന്റെ 3 വരട്ടെ. ഈ പടം 100 കോടി ക്ലബിൽ സ്ഥാനം പിടിക്കുമെന്ന് ഉറപ്പാണ്. ഇന്ന് ഞാൻ കണ്ടപ്പോൾ തന്നെ 50 കോടി കഴിഞ്ഞു. 100 കോടിക്ക് മുകളിൽ പോകണം. ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി വമ്പ ബിസിനസ് നേടും. അതൊക്കെ ഞാൻ എൻ്റെ പഴയ എപ്പിസോഡുകളിൽ യൂട്യൂബിൽ കിടപ്പുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലയും തെളിഞ്ഞു വരും. ഇതുപോലുള്ള പുതിയ പിള്ളേർ ഉദിച്ചു ഉയരട്ടെ. അതിന് നമ്മളെ വിവരമുള്ള സ്കൂളും വിദ്യാഭ്യാസം ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന അധ്യാപകരും ഒക്കെ തലയ്ക്ക് ബോധം വന്ന് കുട്ടികളെ തിരിച്ചുവിടട്ടെ. പൊതുവെ നമ്മളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളായി സ്കൂളുകൾ മാറാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. പിന്നെ ഒപ്പം പറഞ്ഞുകൊണ്ട് വാഴ 2 നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക. അതായത് മടക്കി കേട്ടോ. ഇതിനൊപ്പം തന്നെ ഞാനിന്ന് തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടോണ്ടിരുന്നപ്പോൾ ഒരു 4-5 സ്കൂളിന്റെ പരസ്യം ഞാൻ കണ്ടു. ഈ പരസ്യം കണ്ടപ്പോൾ വലിയ ലെവലിലാണ് അവർ പരസ്യം കൊടുത്തിട്ട് മാർക്കറ്റ് ചെയ്യണത്. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അത് വിൽക്കാൻ പല വിധത്തിലും മാർക്കറ്റ് കൊടുക്കണം. അതിന് നമ്മൾ ഇച്ചിരി കള്ളമൊക്കെ ചേർത്ത് തന്നെ പറയും. പക്ഷെ നമ്മുടെ സ്കൂളുകളെല്ലാം തന്നെയും പച്ച കള്ളങ്ങൾ പരസ്യത്തിൽ കൂടെ പടച്ചുവിടുകയാണ്. ഞാൻ സിനിമ കണ്ടത് കാളിശ്ശേരി കളിക്കുള്ള തിയേറ്ററിലാണ്. അവിടെ ഇന്നൊരു 4-5 സ്കൂളിന്റെ പരസ്യം ഉണ്ടായിരുന്നു. എൻ്റെ ചുറ്റുപാടിലുള്ള വലിയ സ്കൂളുകളുടെ പരസ്യമാണ്. ആ പരസ്യങ്ങളെല്ലാം ഞാൻ കണ്ടത് തന്നെ പച്ച കള്ളം പറയുന്നതാണ്. അവർ ഇന്റർനാഷണൽ രീതിയിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യുമെന്ന് പറയുകയും കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടെന്ന് പറയുകയും പിന്നെ ഭയങ്കര സയൻസ് ലാബുകൾ വഴി കുട്ടികളെ എവിടെയൊക്കെ എത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്
ഇവിടുത്തെ വലിയ സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളുകളുടെ പരസ്യം വരില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഗവൺമെൻറ് സ്കൂൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഈ ചുറ്റുവട്ടത്തുള്ള എൻ്റെ ഈ നാട്ടിലുള്ള ഇൻ്റർനാഷണൽ സ്കൂളിൽ 4-5 സ്കൂളുകളുടെ പരസ്യം കണ്ടു. ശുദ്ധ മാർക്കറ്റിംഗ് തട്ടിപ്പാണ് ഞാൻ അതിനകത്ത് കണ്ടത്. ഈ സ്കൂളുകളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഒരു സ്കൂളിൻ്റെ പേര് പറയണില്ല, അങ്ങനെ പറയാൻ പറ്റില്ല, അത് അവരുടെ വർക്കിൻ്റെ ഭാഗമാണ്. പക്ഷേ ഒരുപാട് വാഴമാരെ സൃഷ്ടിക്കുന്ന സ്കൂളുകളായിട്ട് ഇത് മാറുകയാണ്. പക്ഷേ ഞാൻ പ്രേക്ഷകരടുത്ത് പറയണ്, ഈ പറ്റിപ്പൊന്നും ഇനി നടക്കൂല. നമ്മുടെ പിള്ളേരൊന്നും വാഴകളൊന്നുമല്ല. വാഴയെന്ന് പറഞ്ഞാൽ നട്ട് കൊലവെട്ടുന്ന സാധനങ്ങൾ മാത്രമല്ല. നമ്മുടെ പിള്ളേർക്കൊക്കെ ഇപ്പം നന്നായിട്ട് കാര്യങ്ങൾ അറിയാം. കുട്ടികളടുത്ത് ചോദിച്ചാൽ മതി അവരുടെ സ്കൂളിനെ കുറിച്ച്. ഞാൻ പഠിച്ചിറങ്ങി ഇപ്പോഴത്തെ ഒരു 10 വർഷത്തിനിറങ്ങി ഞാൻ ഒരുപാട് കുട്ടികളടുത്ത് ഞാൻ സംസാരിക്കാറുണ്ട്. ഹൗ ഈസ് യുവർ ഫീൽ യുവർ സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. കുട്ടികളിൽ 100-ൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസവും ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഉള്ള കുട്ടികളാണ് ഏറ്റവും മോശം അഭിപ്രായം പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ സ്കൂളുകളിൽ, ഇവിടുത്തെ ഈ ചുറ്റുപാടുള്ള സ്കൂളുകളെല്ലാം കള്ള പരസ്യം കൊടുക്കുകയാണ്. ഇവർ വലിയ ആക്ടിവിറ്റി സോണിലൊക്കെ എന്തോ ഇന്റർനാഷണൽ ലെവലിൽ ചെയ്യണം. ഇന്റർനാഷണൽ ലെവലിൽ പോയിട്ട് ഇവിടെ ഒരു, ഞാൻ പറഞ്ഞു, നമ്മളെ പഴയ കാലത്ത് കളിക്കുന്ന ഒരു കിളിയും തൊട്ടും നിലവാരം പോലും ഇല്ല. കച്ചി കളി, കിളിയും തൊട്ടും കളി, ഞാനിത് അതാണ് പറഞ്ഞത്, കമ്പിട്ട് തട്ടി കളിക്കുന്ന കളി, മാസം കളി, ഈ ഒരു നിലവാരം പോലും ഇല്ല ഇവിടുത്തെ സ്കൂളുകളിൽ കൊടുക്കുന്ന ആക്ടിവിറ്റീസിനൊന്നും. അത് സ്പോർട്സ് ആവട്ടെ, ആർട്സ് ആവട്ടെ, സയൻസിന്റെ ലാബുകളാവട്ടെ, ഇവരൊക്കെ പറയുന്നത് ഇന്റർനാഷണൽ എന്നാണ് പറയണത്. നല്ല കുറെ ഇംഗ്ലീഷ് പഠിപ്പിച്ചെന്ന് പറഞ്ഞ് മാത്രം ഇന്റർനാഷണൽ ആവൂല. കുട്ടികളെ ഇന്റർനാഷണൽ ലെവലിൽ കോണ്ടാക്ട് ചെയ്യുന്ന രീതിയിൽ ഇന്റർനാഷണൽ സ്ഥലങ്ങളിലോട്ട് ഇവരെ ഇറക്കേണ്ടതുണ്ട്. ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഇന്റർനാഷണൽ ഗ്രൗണ്ടിൽ ഈ കുട്ടിയെ കൊണ്ട് കളിപ്പിക്കേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ക്ലബ്ബുകളോട്ട് ലിങ്ക് ചെയ്യിക്കേണ്ടതുണ്ട്. ഇന്റർനാഷണൽ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് 3-4 കമ്പ്യൂട്ടർ മാച്ച് കുറെ സാധനവും മാച്ച് വെച്ചിട്ട് അതിനകത്ത് ഇത് അതെന്ന് പറയണല്ല. ഇന്റർനാഷണൽ ലെവലിൽ ഈ കുട്ടികളെ സയന്റിഫിക്കലി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നാണ് ഇവർ പരസ്യം കൊടുക്കുന്നത്. ഈ പരസ്യം കൊടുത്തിട്ട് ഇന്ന് രസകരമായിട്ടുള്ള ഒരു പരസ്യം വേറെ തമാശയുണ്ട്. ട്രാക്ക് സൂട്ട് അടിച്ചിട്ട് കുട്ടികൾ ഓടെ ഗ്രൗണ്ട് വഴി, അതായത് ഇന്റർനാഷണൽ പരസ്യം എന്ന്. എന്നിട്ട് ആ ട്രാക്ക് സൂട്ട് നിങ്ങൾ കണ്ടാൽ ചിരിച്ചു പോകും. നമ്മളിവിടെ വാങ്ങണം 450 രൂപ വരെ ഷൂസ് ഇട്ടാണ് കുട്ടികൾ ഓടണത്. ഇന്റർനാഷണൽ സ്കൂൾ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പരസ്യം. എന്നിട്ട് അവർ ഓടണ സാധാ ട്രാക്കിൽ. ഇതാണ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കുമ്മായ ഇട്ടിട്ട് സാധാരണ തറയിൽ ഇട്ടിട്ട് അതിനകത്തൂടെ 450 രൂപ ഷൂസ് ഇട്ടിട്ട് കുട്ടി ഓടണ ഇന്റർനാഷണൽ ഒളിമ്പിക്സിന് പിള്ളേരെ തയ്യാറാക്കുന്ന സ്കൂളുകളാണ് ഇന്റർനാഷണൽ. ഇങ്ങനെയുള്ള കുറെ ബെഡായി പരസ്യങ്ങൾ നമ്മുടെ സ്കൂളുകൾ ഇപ്പോൾ ചടച്ച് പടച്ചിറക്കി വിടുന്നുണ്ട്. നമ്മളെ പിള്ളേരൊന്നും വാഴയില്ല. പിള്ളേർക്കൊക്കെ ഇതറിയാം. എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുന്നതാണ്. ഇതൊക്കെ തിയേറ്ററിലൊക്കെ ഇങ്ങനെ കള്ളങ്ങൾ പടച്ച് തിയേറ്റർ പരസ്യമായിട്ട് വരുമ്പോൾ, നിങ്ങൾ യൂട്യൂബിൽ ഇടും പോലെയുള്ള പരസ്യങ്ങളല്ല. തിയേറ്ററിലൊക്കെ വരുമ്പോൾ ഒരുപാട് സ്റ്റാൻഡേർഡ് ആൾക്കാരിന്ന് കാണുകയാണ്. അത്ര വൾഗറായിട്ടുള്ള ഫേക്കായിട്ടുള്ള പരസ്യങ്ങൾ നമ്മുടെ സ്കൂളുകൾ ഇപ്പോൾ പടച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിനകത്ത് ഞാൻ 3-4 സ്കൂളിന്റെ പരസ്യം കണ്ടു. എല്ലാം തന്നെ ഫേക്കാണ്. ഈ സ്കൂളുകളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുമാണ്. എല്ലാവരും ഇന്റർനാഷണൽ എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാനിത് പറയണത്. ഇത്തരം കുട്ടികൾ നാളെ വളർന്ന് ഇതുപോലെ സിനിമയൊക്കെ എടുക്കുമ്പോൾ അടുത്തതായിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ വാഴ സിനിമയിൽ എൻ്റെ ബാല്യകാലത്തിന്റെ ജീവിതങ്ങളും അധ്യാപകരുടെ നിലവാരമാണ് കാണിച്ചതെങ്കിൽ, ഇപ്പോൾ ഈ അടുത്ത കാലത്തുള്ള മൊബൈൽ വരെ, ഈ അടുത്ത കാലത്തുള്ള നിയമം വരെ ട്രാക്ക് അവർ കാണിക്കുന്നുണ്ട്. അതായത് 2026 വരെ 10 വർഷം കഴിഞ്ഞ് നമ്മുടെ പിള്ളേരെ അടുത്ത് പടം ഇറക്കിയിട്ടുണ്ടെന്ന് നിങ്ങളെ കുറിച്ചായിരിക്കും. നാറി പുളി കുടിക്കും പഠിപ്പിച്ച അധ്യാപകരും ഈ കള്ളപ്പരസ്യം കൊടുക്കുന്ന സ്കൂളുകാരും എല്ലാം. ഇതെല്ലാം ഞാൻ ഇന്ന് തിയേറ്ററിൽ കണ്ട കാര്യമാണ്. ഞാൻ ഒരു സ്കൂളിനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ നിങ്ങൾ ഇല്ല, ഒന്നാമത് ഇന്റർനാഷണൽ എന്തെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇന്റർനാഷണൽ ലെവലിൽ എന്താണെന്നുള്ളത് പരസ്യത്തിൽ കൂടെ കാണിക്കണമെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ പരസ്യം ചെയ്ത് കാണിക്കണം. അത് പക്ഷെ സ്കൂളിനകത്ത് ഉണ്ടാവണം. നിങ്ങൾ ഇവിടുത്തെ എത്ര സ്കൂളുകാർ കുട്ടികളെ വെളിയിൽ ഇറക്കുമെന്നും എത്ര ഇന്റർനാഷണൽ ട്രെയിനിങ് കൊടുക്കണമെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ നിന്ന് ഏതെങ്കിലും എത്ര ഇന്റർനാഷണൽ താരങ്ങൾ നമ്മുടെ സ്കൂളിൽ നിന്ന് ചുറ്റുവട്ടത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്? ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു ട്രാക്ക് സൂട്ടെങ്കിലും ഇട്ട് കാണിച്ചുകൂടി. സ്പോർട്സ് ഒക്കെ അല്ലേ കാണിക്കണം. ആർട്സ് കാണിക്കുമ്പോൾ 2 വലിയ ബ്രഹ്മാണ്ടം തടിയും പെമ്പിള്ളേരും ഒന്ന് ഡാൻസ് കളിച്ചിട്ട് കയ്യും എടുക്കാൻ പറ്റില്ല, കാലും എടുക്കാൻ പറ്റില്ല. ഈ മത്തങ്ങ ഉരുളും പോലെ ഉരുളെ നല്ല രീതിയിൽ ആർട്സ് പഠിപ്പിച്ചിട്ട് ആ കുട്ടി നന്നായിട്ട് അവിടെ ഡാൻസ് ചെയ്യണമെങ്കിൽ ആ കുട്ടി വളരെ പെർഫെക്റ്റ് ബോഡി ആയിരിക്കും, ഹെവി കണ്ടീഷൻ ആയിരിക്കും, ബ്രില്യൻ്റ് ആയിരിക്കും. ഇല്ലാത്ത കുറേ ട്രോഫികൾ പൊക്കി കാണിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നത്? നിങ്ങളുടെ സ്കൂളിൻ്റെ പഠനം മാത്രം കാണിച്ചാൽ പോരെ, ക്ലാസ് റൂം കാണിച്ചാൽ പോരെ. എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ പൊക്കി കാണിച്ചിട്ട് അതിന് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്? അതൊക്കെ കോമഡിയാണ്. ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ നിലവാരം പോലും ഇല്ല നിങ്ങളുടെ ഈ പരസ്യങ്ങൾക്ക്. അത്ര ബോറൻ തട്ടിപ്പ് പരസ്യങ്ങളാണ് തിയേറ്ററിൽ നടന്നിരിക്കുന്നത്. ഇത് കൂടെ ഓർമ്മിക്കുകയാണ്. ഇതെല്ലാം വാഴ സിനിമ കാണിക്കുന്നുണ്ട്. അപ്പോൾ വാഴ വെറും വാഴയൊന്നുമല്ല, പ്രേക്ഷകരും വെറും വാഴയൊന്നുമല്ല.
വാഴയെന്ന് കൊലയെ വെട്ടുമെങ്കിലും എടുക്കാം. നമ്മുടെ പിള്ളേരൊന്നും കൊല വെട്ടാൻ കരുതി മാത്രം നിന്ന് തരില്ല. പിള്ളേര് ഒരു വാഴയിൽ നിന്ന് 1000 വാഴ വെച്ചിട്ട് അത് 10,000 ആക്കി, അത് ഇന്റർനാഷണൽ ലെവലിലാക്കി, അതിനെ കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ട് കൃഷി ചെയ്തിട്ട് ലോകം മൊത്തം കയറ്റിക്കാൻ ഹെൽപ്പുള്ളതും അതിൽ നല്ല ഔഷധ ഗുണത്തോടെ ചെയ്യാൻ കഴിവുള്ള കുട്ടികൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എക്കാല് പറ്റിപ്പോന്നും ഇനി നിൽക്കൂല. ഈ പരസ്യങ്ങളൊക്കെ നോക്കി കണ്ടും തിയേറ്ററിൽ വിട്ടാൽ നന്നായിരിക്കും. വാഴ സിനിമയുടെ ഇടയിൽ കണ്ടുകൊണ്ടാണ് വാഴ സിനിമയുടെ ഇടയിൽ ഞാൻ ഇത് ഓർപ്പിച്ചത്. ഇതിനു മുമ്പൊക്കെ ഈ പരസ്യം കാണാറുണ്ട്, അപ്പോഴൊന്നും ഞാനൊന്നും പറയാറില്ല. പക്ഷെ ഇതിന്ന് വാഴ സിനിമയിൽ ഇതെല്ലാം കാണിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും വാഴ സിനിമ തിയേറ്ററിൽ പോയി കാണുക. നല്ല എക്സലന്റ് മൂവി, ഫാമിലിയായിട്ട് പോവുക. വീണ്ടും കാണാം. സൈനിങ് ഓഫ്. ഞാൻ നൊബക് സോളോ. ചില യാഥാർത്ഥ്യങ്ങളും ചില തമാശകളും ചില എന്റർടൈൻമെന്റുമായിട്ട് ഞാൻ എൻ്റെ മരണം വരെയും യൂട്യൂബ് എന്നെ വിലക്കുന്നത് വരെയും അല്ലെങ്കിൽ സർക്കാർ എന്നെ നിരോധിക്കുന്നത് വരെയും ഞാൻ വന്നുകൊണ്ടിരിക്കും. ഇതുപോലുള്ള കുറെ ബെഡായി പരിപാടികൾ ഇപ്പോൾ നമ്മുടെ നാട്ടില് വോട്ടിന് വേണ്ടി നടക്കണുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഒന്നും പറയണില്ല. അങ്ങനെ ഒരു സിനിമ വരട്ടെ, ഞാൻ കാണട്ടെ, അപ്പോൾ ഞാൻ ഇതും പറയേണ്ടി വരും. കുട്ടികൾ അത് തിരിച്ചറിയണമെന്നുള്ള കാര്യം. കാരണം ഇങ്ങനെ ചിത്രം എടുത്ത കുട്ടികളൊക്കെ 10 വർഷത്തിന് മുമ്പേ സ്കൂളിൽ പഠിച്ചിറങ്ങിയ കുട്ടികളാണ്. ഈ പയ്യനെ ഒരു 35 വയസ്സിന് താഴെ ഉള്ളൂ ഈ പടം ഡയറക്റ്റ് ചെയ്ത്. അപ്പോൾ അവർ പറയുമ്പോൾ 50 വയസ്സായി എനിക്ക് ധൈര്യമായിട്ട് പറയാം. കുറെ കൂടെ ധൈര്യം കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞ കേൾക്കാൻ ആളുണ്ടെന്ന് മനസ്സിലാവും. മറ്റേ നമ്മൾ ഈ പറഞ്ഞ 10 വർഷത്തിന് മുമ്പ് ഞാൻ പറഞ്ഞ ആര് കേൾക്കാനാണ്? ആരെങ്കിലും കേട്ടാ എനിക്ക് മെന്റൽ എന്നാ പറയണേ, എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നാ പറയണത്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പൊ കുട്ടികൾ സിനിമയാക്കി പുറത്തു വിട്ടപ്പോഴോ അവന് മെന്റലാണോ? ആ സിനിമ ചെയ്തവർക്കൊക്കെ മെന്റലാണോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് നമ്മളെ പുതിയ പിള്ളേരെ ബ്രില്യൻ്റാണ്. അവരൊക്കെ സൈലന്റ് ആണ്. അവരെവിടെയെങ്കിലും ഇരുന്ന് അതിൻ്റെതായ ചിത്രങ്ങളുമായിട്ടോ അല്ലെങ്കിൽ അവര് പിള്ളേർ യൂട്യൂബിലും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും. അന്ന് ഞാൻ പറഞ്ഞിരിക്കും. ജീവിച്ചിരിക്കുന്ന കാലവും എൻ്റെ അവസാനത്തെ ശ്വാസം വരെയും ഞാനത് പറയും. കാരണം മാറ്റം വരേണ്ടത് ഒരുപാട് പേര് കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന സ്വാതന്ത്ര്യമാണത്. ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടതിൻ്റെ പുറത്താണ് ഞാൻ ഇരിക്കുന്നത്. അതിൽ അധ്യാപകരുടെ പങ്കുണ്ട്, മറ്റ് സന്യാസ സമൂഹത്തിന്റെ പങ്കുകളുണ്ട്, അതുപോലെ തന്നെ നാട്ടിലെ നല്ല മനുഷ്യരുടെ പങ്കുണ്ട്. നമ്മളെ വഴിതെറ്റിക്കാൻ കരുതി ശ്രമിക്കുന്ന നൂറുകണക്കിന് ലക്ഷക്കണക്കിന് നാട്ടുകാരുടെ പങ്കുണ്ട്. അതിലൊന്നും നമ്മൾ പോയി ട്രാപ്പ് വയ്ക്കാതെ എങ്ങനെ നമ്മൾ മാറി നമ്മുടേതായ ഒരു ലെവലിൽ വരുന്നു, എങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ആ വീക്ഷണത്തോടെ കാണാൻ പഠിക്കുന്നു, ഇതൊക്കെയൊന്നും ഇവരാരും പഠിപ്പിച്ചതല്ല. അതൊക്കെ നമ്മൾ എല്ലാം നമ്മുടെ ആക്ടിവിറ്റി സോണിൽ കൂടെ ആർജിച്ചെടുത്ത പാഠമാണ്. അതെങ്ങനെ ആർജിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ കുട്ടികൾ പറയുമ്പോൾ ഞാനത് വീണ്ടും വീണ്ടും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മകളിലോട്ടും കണ്ട കാഴ്ചപ്പാടുകളിൽ കൂടി ഞാൻ മുന്നിൽ വരും. ഇതുപോലെ പറയും, ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ സ്കൂളുകളുടെ ഉഡായിപ്പ് പരസ്യത്തെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു. തിയേറ്ററിൽ കണ്ടതാണ്. വാഴയുടെ ഇടയിൽ ഒരുപാട് ഉപയോഗമില്ലാത്ത ഉഡായിപ്പ് വാഴപ്പരസ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതുപോലെ സമൂഹത്തിൽ ഇപ്പോൾ വോട്ടിന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അത് പിള്ളേർ പറയട്ടെ, അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. എല്ലാവർക്കും വാഴ ഒരിക്കൽ കൂടി കാണാൻ ഓർപ്പിച്ചുകൊണ്ട് സൈനിങ് ഓഫ്. ഞാൻ നൊബക് സോളോ.